ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ അമ്മ വിശുദ്ധ കുർബാനയുടെ സമയങ്ങളിലെല്ലാം ഇവിടേക്ക് നോക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ ഈ രൂപമല്ല എനിക്കിവിടെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കാഴ്ചയിൽ, എൻ്റെ ചിന്തയിൽ നിറഞ്ഞു നിന്നത് ഈ രൂപമല്ല. വലിയൊരു മാതാവിൻ്റെ രൂപം, വലിയ നല്ല സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറയാവുന്ന തരത്തിൽ തിളങ്ങുന്ന വസ്ത്രത്തോടു കൂടിയ. ഞാനത് മുറിയിൽ ചെന്നപ്പോൾ ഇനി ആരാധന നയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ജോജി ബ്രദറിനോട് പറയുകയും ചെയ്തു, മാതാവിന് മറ്റൊരു മാതാവിനെ അൾത്താരിൽ കാണാൻ പറ്റിയത്. മാതൃസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, തീർച്ചയായിട്ടും മാതൃസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്, നമ്മൾ ഇരിക്കുന്നത്. തീർച്ചക്കാര്യം ഇത്ര വലിയ അത്ഭുതത്തിൻ്റെ നിമിഷങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും സാക്ഷിയാകുമ്പോൾ മറിയത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ, പ്രത്യേകിച്ചും കുടുംബ ജീവിതത്തിൽ മറിയത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഓരോരുത്തരെയും ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുക. നമുക്കറിയാം, മറിയത്തെക്കുറിച്ച് പറയാത്ത വിശുദ്ധരില്ല, അല്ലെങ്കിൽ മറിയത്തെക്കുറിച്ച് പറയാത്ത മാർപ്പാപ്പന്മാരില്ല. എത്രയധികമായിട്ട് മറിയത്തെ ഇത്രമാത്രം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ കേരള കത്തോലിക്ക സഭയെ ഒരു കാലഘട്ടത്തിൽ പിടിച്ചു നിർത്തിയത് മരിയ ഭക്തിയാണ്. തീർച്ച കാര്യമാണ്. ഞങ്ങളുടെ ഹൈറേഞ്ചിലേക്ക് ഞങ്ങളുടെ കാരണവന്മാരൊക്കെ കുടിയേറിയ കാലഘട്ടത്തിൽ മാസത്തിൽ ഒന്നൊക്കെ വിശുദ്ധ കുർബാന ചൊല്ലാൻ അവസരം മാത്രം ഉണ്ടായിരുന്നപ്പോൾ അകലങ്ങളിൽ പോയി അച്ഛന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് മാസത്തിൽ ഒന്നൊക്കെ മാത്രം, അല്ലെങ്കിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് ആഴ്ചയിൽ ഒന്നെങ്കിലും വിശുദ്ധ കുർബാനയൊക്കെ ലഭിച്ചു തുടങ്ങിയത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഹൈറേഞ്ചിനെ പിടിച്ചു നിർത്തിയ ഭക്തിയാണ്, സംശയിക്കാനില്ല, മരിയ ഭക്തിയും ജപമാല ഭക്തിയും ഉത്തരീയ ഭക്തിയും ഒക്കെ. ഇന്നും നന്നായിട്ട് നിലനിൽക്കുന്ന, ഹൈറേഞ്ചിൽ ഇന്നും നന്നായിട്ട് നിലനിൽക്കുന്ന ഭക്തി തന്നെയാണ് മരിയ ഭക്തി, ജപമാല ഭക്തിയൊക്കെ. എങ്കിലും ഒരു പരിധിവരെ കുറഞ്ഞു വരുന്നതും അറിയാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മറിയം അല്ലെങ്കിൽ ജപമാല ഭക്തി അല്ലെങ്കിൽ മരിയ ഭക്തിയൊക്കെ ഇന്ന് ഒത്തിരി കുറഞ്ഞു വരുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, മറിയത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റണം. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി കഴിഞ്ഞാൽ, ദിവ്യകാരുണ്യ ഭക്തി കഴിഞ്ഞാൽ കൂടെ കൊണ്ടു നടക്കണം, മുറുകെ പിടിക്കണം മരിയ ഭക്തിയും ജപമാല ഭക്തിയും ഒക്കെ. വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയിലൂടെ അല്ലെങ്കിൽ ജോൺ പോൾ പാപ്പായിലൂടെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചില ചിന്തകളുണ്ട്. മറിയം അതിവിശിഷ്ടമായ സക്രാരിയാണ്. കാർഡിനൽ ന്യൂമാൻ പറയുകയാണ്, മറിയം അതിവിശിഷ്ടമായ സക്രാരിയാണ്, സ്വർഗീയ മന്ന ഉൾക്കൊള്ളുന്ന കുസ്തോതിയാണ്, ഈശ്വര നിർമ്മിതമായ അരളിക്കയാണ്. കാരണം നിത്യവചനം മാംസം ധരിച്ച് ജന്മമെടുത്തത് അവളിൽ നിന്നാണ്. ഇത് വായിക്കുമ്പോൾ, കാർഡിനൽ ന്യൂമാൻ പറഞ്ഞിരിക്കുന്നത് ഇത് വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. മറിയം അതിവിശിഷ്ടമായ ഒരു സക്രാരിയാണ്, ഈശ്വര നിർമ്മിതമായ അരളിക്കയാണ്. കാരണം നിത്യവചനം മാംസം ധരിച്ചത് അവളിൽ നിന്നാണ്. അല്ലെങ്കിൽ പാപത്തിന്റെ സാഗരത്തിൽ നീന്തിത്താഴുന്ന മക്കൾക്ക് പ്രത്യാശയുടെ മഴവില്ലാണ് മറിയമെന്ന് പിയൂസ് മാർപ്പാപ്പ പറയുമ്പോൾ എത്ര മനോഹരമാണ് മറിയത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു വെക്കുക, മുള്ളുകൾക്കിടയിലെ ലില്ലി മലരാണ് മറിയം. എത്ര മനോഹരമാണ് മറിയത്തെക്കുറിച്ച് വിശുദ്ധർ പറഞ്ഞിരിക്കുന്നത്, അവളുടെ അപദാനങ്ങൾ വാഴ്ത്തുമ്പോൾ. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പരിധി വരെ മറിയത്തെ ഇത്രയും സ്നേഹത്തോടുകൂടി സ്വീകരിച്ചിട്ടുണ്ട്. മിക്കവാറും കഴുത്തിൽ ജപമാലയുണ്ട്, അല്ലെങ്കിൽ കയ്യിൽ ജപമാലയുണ്ട്. ഞങ്ങൾ ഇന്ന് KSRTC ബസ്സിന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഏറ്റവും മുൻപിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഹൃദയം നമ്മുടെ ആയുധം ആണ്ട് ഫ്രണ്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു നോക്കുമ്പോൾ സാധാരണ ഒരിക്കലും കാണുന്നില്ലാത്തൊരു കാഴ്ച, KSRTC ബസ്സിൽ ഒരു ജപമാല ചുറ്റിയിട്ട് വെച്ചിരിക്കുന്നു.
ഇപ്പൊ നമ്മുടെയൊക്കെ കയ്യിൽ, നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ജപമാലകളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ, അതുകൂടാതെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ ജപമാല നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് ഇന്ന് ഒരു പരിധിവരെ പറ്റാതെ പോകുന്നു. തിരക്കുകളാണ്, എല്ലാവരും ഓട്ടത്തിലാണ്. മറിയത്തിൽ നിന്ന് പുണ്യങ്ങൾ പഠിക്കാൻ നമുക്ക് ഒത്തിരി ഒന്നും പറ്റാതെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ മറിയത്തിലുണ്ടായിരുന്ന പുണ്യങ്ങളെ നമുക്ക് പലപ്പോഴും പഠിക്കാൻ പറ്റാതെയും പോകുന്നുണ്ട്. പുണ്യങ്ങളിൽ വളരണമോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടണമോ, മറിയത്തെ നോക്കുക. മറിയം ചെന്നപ്പോൾ നമുക്കറിയാം, എലിസബത്തിന്റെ അരികിലേക്ക് പരിശുദ്ധ അമ്മ ചെന്നപ്പോൾ ഒന്നേറെ തന്നെ എലിസബത്തും ഉദരത്തിലായിരിക്കുന്ന സ്നാപകനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാർഗം മറിയത്തെ പിടിക്കാം. അല്ലെങ്കിൽ പുണ്യങ്ങളിൽ വളരണമോ, എളുപ്പമാർഗം മറിയത്തെ പിടിക്കാം. ഇത്രമാത്രം പുണ്യങ്ങൾ നിറഞ്ഞു നിന്ന് വേറെ ആരെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും? എന്തുമാത്രം പുണ്യങ്ങൾ കൊണ്ട് അവൾ നിറഞ്ഞു നിന്നു. ഇന്ന് പുണ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ദാമ്പത്യത്തിൽ പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നമ്മുടെ കൗമാരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, യൗവനങ്ങൾക്കൊക്കെ പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും മറിയത്തെ. കാരണം പുണ്യങ്ങളുടെ വിളനിലമാണ് അവൾ. മറിയത്തിൽ നിന്ന് പഠിച്ച ഒരു പുണ്യം എനിക്ക് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കാണാൻ പറ്റും. വിശുദ്ധ കുർബാനയുടെ സമയത്ത് നിർഭാഗ്യവശാൽ അസ്ഥാനത്താണെന്ന് മാത്രം, ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. മറിയത്തിൽ നമുക്കൊരു പുണ്യം പഠിക്കാനുണ്ട്. ഏതാ? ഈ തിടുക്കം എന്ന് പറയുന്ന പുണ്യം. പ്രേക്ഷിത തീഷ്ണതയാൽ നിറഞ്ഞ മറിയം നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഈ പുണ്യം നമുക്കിന്ന് ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അസ്ഥാനത്താണ്. കാരണം അത്രയും പ്രായം ചെന്ന പിതാവ് ഇവിടെ നിന്ന് ഒരു സമയത്ത് പോലും ഇരിക്കുന്നത് നമ്മൾ കണ്ടില്ല. പ്രസംഗത്തിന്റെ സമയത്ത് മാത്രമേ ഇരുന്നുള്ളൂ. പക്ഷേ ആ ഉദാസ വചനങ്ങൾ കഴിഞ്ഞപ്പോഴേ നല്ല ചെറുപ്പക്കാരൊക്കെ പട്ടപ്പെട്ടാന്ന് അവിടെ ഇരിക്കുന്നത് കണ്ട് നമുക്ക് തിടുക്കമുണ്ട്. പെട്ടെന്ന് ഇരിക്കണം. അല്ലെങ്കിൽ പ്രാർത്ഥന തുടങ്ങാൻ നമുക്കൊരു തിടുക്കമില്ല, പ്രാർത്ഥന തീർക്കാൻ വലിയ തിടുക്കമാണ് നമുക്ക്. വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ നമുക്കൊരു തിടുക്കമില്ല, വിശുദ്ധ കുർബാന കഴിഞ്ഞു പോകാൻ നല്ല തിടുക്കം. അഥവാ പ്രസംഗം ഒരു അല്പം നീണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വാച്ച് നോക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് വേണ്ടാത്ത സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ തിടുക്കമുണ്ടെങ്കിൽ മറിയത്തിൽ നീ പുണ്യത്തെ നമുക്ക് പഠിക്കണം, തിടുക്കം കാണിക്കണം. നമുക്ക് കുടുംബ പ്രാർത്ഥന തുടങ്ങിയാൽ ഭയങ്കര തിടുക്കം. നമ്മുടെ ലുത്തിനെയൊക്കെ മാതാവ് എങ്ങനെ ചെവി വട്ടം പിടിച്ചാലും ഇത് ഏത് ഭാഷയാണെന്ന് മനസ്സിലാക്കാൻ ഒരു സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? അത്രയും സ്പീഡിൽ നമ്മൾ ലുത്തിന ചെല്ലും. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ലുത്തിനെ നമ്മൾ നല്ല സ്പീഡിൽ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും വെച്ച് അതൊന്ന് നിന്നുപോയാൽ പിന്നീട് എങ്ങനെ പരിശ്രമിച്ചാലും അത് തുടങ്ങാൻ പറ്റിയിട്ടുണ്ടോ? അമ്മച്ചേർക്ക് ഇവിടെ ഇരുന്ന് ആഘോഷമായിട്ട് ചിരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമുക്കത് പിന്നെ തുടങ്ങാൻ പറ്റിയിട്ടില്ല. അന്നേരം തൊട്ടടുത്തിരിക്കുന്ന കൊച്ചിനെ നോക്കി അല്ലെങ്കിൽ ആരെങ്കിലും നോക്കിയിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പിടിയും കിട്ടാൻ ഒരു സാധ്യതയില്ല. കാരണം നമുക്കൊരു തിടുക്കമുണ്ട്, ഒരു താളമുണ്ട്. ആ താളത്തിൽ നമ്മളെങ്ങനെ അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അസ്ഥാനത്തെ തിടുക്കം വിട്ടിട്ട് നമുക്ക് പുണ്യങ്ങൾ, അതായത് നന്മ ചെയ്യാനുള്ള തിടുക്കം, പ്രേക്ഷിത തീഷ്ണത എന്ന് പറയുന്ന പുണ്യം പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കണം. ലൂക്കായുടെ സുവിശേഷം നമ്മളിങ്ങനെ വായിച്ചു പോരുമ്പോൾ അവിടെ ആ 1-2 അധ്യായങ്ങളിൽ തന്നെ മറിയത്തിൽ നിന്ന് ഇഷ്ടംപോലെ പുണ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് തിടുക്കം എന്ന് പറയുന്ന പുണ്യം. പിന്നെ നമ്മൾ കാണാം ആ മറിയത്തിൽ നിന്ന് അവിടെ മറിയമാകട്ടെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു വചനമുണ്ട്, മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. 2 പ്രാവശ്യം ആവർത്തിച്ച് കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോകുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിലും അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമുക്ക് പറ്റുന്നുണ്ടായിരിക്കുമോ? നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുണ്ട്. പറയേണ്ടതൊന്നും നമ്മൾ പറയുകയല്ല, പറയേണ്ടാത്തതൊക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അപ്പം മറിയത്തിൽ നമുക്ക് ഈ പുണ്യം പഠിക്കാൻ പറ്റണം, ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ചിലതൊക്കെ പറയാതിരുന്നായിരുന്നെങ്കിൽ ഇന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ലായിരുന്നു. നമ്മൾ അയലോക്കത്തെ വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യത്തിൽ, കുടുംബത്തിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ ലീഡേഴ്സിനെ കുറിച്ചാകാം, പലരെക്കുറിച്ചും നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ള പുണ്യം മറിയത്തിൽ നിന്ന് പഠിച്ചാൽ ഒരുപക്ഷെ ഇന്ന് പലരും നമ്മുടെ സ്നേഹബന്ധത്തിൽ കണ്ടേനെ. ഇനിയെങ്കിലും നമുക്ക് ആ പുണ്യം പഠിക്കാം, ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ള പുണ്യം. വീണ്ടും ഈശോയെ ദേവാലയത്തിൽ കാണാതാവുന്ന സംഭവത്തിൽ മറിയത്തിൽ നമ്മൾ ഒരുപക്ഷെ കണ്ടെത്താത്തൊരു സംഭവം അവിടെ കിടപ്പുണ്ട്. ഈശോ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുമ്പോൾ മറിയം ചെന്നിട്ട് പറയുന്നൊരു വാക്ക്, നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലേ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇന്നത്തെ അമ്മച്ചിമാരാണെങ്കിൽ കണ്ടുമുട്ടുമ്പോൾ ചാടിക്കയറി പറയുന്ന വാക്കെന്നതായിരിക്കും. ഉറപ്പാണ് ആദ്യത്തെ വാക്ക്, ഞാനും നിന്റെ അപ്പനും കൂടെ എത്ര ദിവസമായിട്ട് നിന്നെ അന്വേഷിച്ച് നടക്കുവാന്നായിരിക്കും മിക്കവാറും പറയുക. മറിയം ഇവിടെ പറയുക, നിന്റെ പിതാവും ഞാനും കൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ശരിക്കും ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം, കുടുംബ തലവന് കൊടുക്കുന്ന ബഹുമാനം, നമുക്ക് കുടുംബത്തിൽ നമുക്കത് മറിയത്തിൽ നിന്ന് ആ പുണ്യം പഠിക്കാം. ഭർത്താവ് ഭാര്യയുടെ ശിരസാണ് എന്നുള്ള ആ തിരുവചനത്തെ നമുക്ക് മറക്കാതിരിക്കാം. ശിരസിന് കൊടുക്കേണ്ട ബഹുമാനം, ദാമ്പത്യത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായ ആ പുണ്യവും നമുക്ക് മറിയത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും.
വീണ്ടും അനുസരണം എന്ന് പറയുന്ന പുണ്യം ഇന്ന് ഒരു പരിധിവരെ സഭയിൽ നഷ്ടപ്പെട്ടു പോകുന്ന പുണ്യം, അല്ലെങ്കിൽ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന പുണ്യമാണ് അനുസരണം എന്ന് പറയുന്ന പുണ്യം. ഈ അനുസരണം എന്ന് പറയുന്ന പുണ്യം എവിടെ നഷ്ടപ്പെട്ടു പോകുന്നു അവിടെ എല്ലാം പ്രശ്നങ്ങളുമുണ്ട്. കാരണം പറുദീസായിൽ നഷ്ടപ്പെട്ടു പോയ പുണ്യമാണ് അനുസരണം എന്ന പുണ്യം. ഒരു സ്ത്രീ മൂലം പാപം, അനുസരണക്കേട് ലോകത്തിൽ പ്രവേശിച്ചെങ്കിൽ അനുസരണത്തിലൂടെ മറ്റൊരു സ്ത്രീ അതിന് പ്രായശ്ചിത്തം ചെയ്തു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുസരണം വാഗ്ദാനം ചെയ്തെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുസരണയിൽ വളരണമോ? തീർച്ചയായും നമുക്ക് മറിയത്തെ കൂട്ടുപിടിക്കാൻ നമ്മുടെ കുടുംബത്തിൽ. നമ്മൾക്കാണേലും അനുസരണം, മാതാപിതാക്കളെ അനുസരിക്കാൻ, പ്രായമാരെ അനുസരിക്കാൻ, നമ്മുടെ വൈദികരെ അനുസരിക്കാനൊക്കെ നമുക്ക് പറ്റുന്നില്ലേ? മറിയത്തിൽ നിന്ന് ഈ പുണ്യവും പഠിക്കാം, അനുസരണം എന്ന് പറയുന്ന പുണ്യം. വീണ്ടും അവളിൽ നിന്ന് പഠിക്കാൻ പറ്റണം, അവൾ സഹന ജീവിതത്തിനാണ് അനുസരണം കൊടുത്തവൾ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അനുസരണം വാഗ്ദാനം ചെയ്യുമ്പോൾ മിശിഹായുടെ അമ്മയാവുക എന്നുള്ള അത്യുന്നതമായ ആ സ്ഥാനത്തിന് മാത്രമല്ല അവൾ സമ്മതം കൊടുത്തത്. മിശിഹ ആരാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. കാരണം തിരുവചനം വായിച്ച് ധ്യാനിച്ച് പഠിച്ച് കടന്നു വരുന്ന ജീവിച്ചു വരുന്ന അവൾക്ക് മിശിഹായെ കുറിച്ച്, രക്ഷകനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് അവൾ വായിച്ചിട്ടില്ലേ? അടിച്ചവർക്ക് പുറവും താടിരോമങ്ങൾ വലിച്ചു പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു, നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം മറച്ചില്ല. അല്ലെങ്കിൽ 129 സങ്കീർത്തനം അവൾക്ക് അറിയാൻ മേലെ, ഉഴവുകാരന്റെ മുതുകിൽ ഉഴുതു, അവർ നീളത്തിൽ ഉഴവ് ചാല് കീറി. അല്ലെങ്കിൽ 22 സങ്കീർത്തനം അവൾ വായിച്ചിട്ടില്ല? തീർച്ചയായിട്ടും അവൾക്ക് അറിയാം. 22 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവന്റെ തൊണ്ട ഓടുപോലെ വരണ്ടു, അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം മിശിഹായെ കുറിച്ചാണ് പറയുന്നത് അവൾക്ക് അറിയാമെങ്കിൽ ഇത് സഹന ജീവിതത്തിനാണ് അവൾ സമ്മതം കൊടുത്തത്. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിൽ നമുക്ക് മറിയത്തിൽ നിന്ന് ആ പുണ്യവും പഠിക്കാം. ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അനുസരണം കൊടുത്തപ്പോൾ, സമ്മതം കൊടുത്തപ്പോൾ, ദാമ്പത്യത്തിന്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനത്തിനും കൂടിയാണ് നമ്മൾ സമ്മതം കൊടുത്തത് നമുക്ക് തിരിച്ചറിയാം. അതും കൂടി നേടാനുള്ള, അതും കൂടി നമുക്ക് ജീവിച്ച് തീർക്കാനുള്ള കൃപ തീർച്ച കർത്താവ് അന്ന് തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ദാമ്പത്യത്തിലെ അല്ലെങ്കിൽ കുടുംബത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളിൽ പതറിപ്പോകുന്നുണ്ടോ? തീർച്ച നമുക്ക് കൈമോശം വന്നത് ഒരുപക്ഷെ മറിയത്തിന്റെ കരമായിരിക്കും. മറിയത്തിന്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ച ദാമ്പത്യത്തിന്റെ ആ സഹനങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കി സന്തോഷത്തോടുകൂടി ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറയാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് മറിയത്തിന്റെ കരം ഞാൻ എത്രത്തോളം സ്നേഹത്തോടെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള വചനം കേട്ടപ്പോൾ അവൾ അതും വിശ്വസിച്ചു. അങ്ങനെയെങ്കിൽ എനിക്ക് വിശ്വാസം എന്ന് പറയുന്ന പുണ്യം നഷ്ടപ്പെട്ടു പോയോ? അവിടെ നമുക്ക് മുറുകെ പിടിക്കേണ്ടത് തീർച്ച മറിയത്തെ തന്നെ മുറുകെ പിടിക്കണം. ഇങ്ങനെ പുണ്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മറിയത്തെ എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. മരിയ ഭക്തിയിൽ വളരാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ജപമാല പ്രാർത്ഥന. ഏറ്റവും തീഷ്ണതയോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. ജപമാലയെക്കുറിച്ച് വിശുദ്ധർ എന്തുമാത്രം ജപമാലയെക്കുറിച്ച് പറയുകയാണ്. വിശുദ്ധ ജോൺ പോൾ പാപ്പ പറയുക, ജപമാല ചൊല്ലുമ്പോൾ ക്രൈസ്തവ ജനം മറിയത്തിന്റെ വിദ്യാലയത്തിലിരുന്ന് ക്രിസ്തുവിന്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും അവിടുത്തെ സ്നേഹത്തിന്റെ ആഴങ്ങൾ അനുഭവിച്ചറിയാനും പ്രേരിപ്പിക്കപ്പെടുന്നു. വീണ്ടും കാർഡിനൽ ന്യൂമാൻ പറയുക, നിങ്ങൾ ഭക്തിപൂർവ്വം ജപമാല പ്രാർത്ഥിച്ചുവോ? അതാണ് ഈശോയ്ക്കും മാതാവിനും അർപ്പിച്ച ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന്. നമ്മുടെ സ്വന്തം വിശുദ്ധനായ ചാവറച്ചൻ പറയുക, ചരടിൽ തൂക്കിയിട്ട ബൈബിളാണ് ജപമാല. ചരടിൽ തൂക്കിയിട്ട ബൈബിളാണെന്ന്. അപ്പോൾ നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ ഉറപ്പ് മറിയത്തിൽ നിറഞ്ഞു നിന്ന പുണ്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ വളരാൻ പറ്റും, വളർന്നുകൊള്ളും. അതുകൊണ്ട് നമുക്ക് തീഷ്ണതയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. വീണ്ടും നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥനയുടെ പോലും ശക്തി തിരിച്ചറിയുക. ഓരോ നന്മ നിറഞ്ഞ മറിയത്തിൻ്റെയും ശക്തി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അല്പസമയങ്ങൾ കിട്ടിയാൽ ഉറപ്പായിട്ട് നമ്മൾ നന്മ നിറഞ്ഞ മറിയമെങ്കിലും ചൊല്ലുമായിരുന്നു. ഞാൻ ഒത്തിരിയേറെ അനുഭവങ്ങളിൽ ഇത്രയും കാലഘട്ടത്തിൽ ഒത്തിരി സംഭവങ്ങളിലൂടെ നന്മ നിറഞ്ഞ മറിയത്തിൻ്റെയും ജപമാലയുടെയും ശക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നന്മ നിറഞ്ഞ മറിയമെന്ന പ്രാർത്ഥന സാത്താനെ ഓടിക്കുകയും നരകത്തെ ഭയം കൊണ്ട് വിറപ്പിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ബെർണാഡ് പറയുന്നു. മറിയത്തിന് നാം നൽകുന്ന പരിപാവനവും സ്നേഹനിർഭരവുമായ ചുംബനമാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന എന്ന് ലൂയി ഡി മോൺഫോർട്ട് പറയുകയാണ്. നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ശ്രദ്ധയോടും ഭക്തിയോടും വിനയത്തോടും കൂടി നാം ചൊല്ലുമ്പോൾ അത് പിശാചിനെ പലായനം ചെയ്യിക്കുന്ന ശത്രുവും അവനെ ഇടിച്ചു പൊടിക്കുന്ന കൂടവുമാണെന്ന് ലൂയി ഡി മോൺഫോർട്ട് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന ഇന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാ തുടങ്ങിയത്? എത്ര പേര് ചൊല്ലിക്കാണും? അത് എത്ര പേര് ചൊല്ലാതിരുന്ന് കാണും? അല്ലെങ്കിൽ നമ്മൾ കറിക്കരിയുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്രകളിൽ എന്തുമാത്രം നന്മ നിറഞ്ഞ മറിയങ്ങൾ ചൊല്ലാനുള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ കുമ്പസാരിക്കുമ്പോൾ ചെയ്ത പാപത്തെക്കുറിച്ച് നമ്മൾ വളരെ നന്നായിട്ട് ഏറ്റുപറയുന്നുണ്ട്. ഓരോ പാപവും നമ്മൾ
ഒരു ധ്യാന പ്രസംഗങ്ങളും നമുക്കിന് വേണ്ട കുമ്പസാരത്തിന് ഒരുങ്ങാൻ. അത്രയും കൃത്യമായിട്ട് നമുക്ക് കുമ്പസാരത്തിന് നമുക്കറിയാം ഏതൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് പറയുന്നത്. കാരണം ആദ്യത്തെ കുമ്പസാരം തൊട്ട് പല പാപങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ കാണാപ്പാടം പഠിച്ചും വെച്ചിട്ടുണ്ട്. പക്ഷെ ഓർക്കാം, ചെയ്യാതെ വിട്ടുകളഞ്ഞ നന്മ, ചെയ്ത പാപത്തിന്റെ ഒപ്പം നമ്മൾ വിട്ടുകളഞ്ഞ നന്മ എത്ര ഭീകരമായിരിക്കും. ഒരു പക്ഷേ പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ എന്തുമാത്രം നഷ്ടപ്പെടുത്തി കളയുന്നു. ജപമാല ചൊല്ലുവാൻ, ഉപവാസം എടുക്കുവാൻ നമ്മൾ ചെയ്യാതെ വിട്ടുകളയുന്ന നന്മയെക്കുറിച്ചുകൂടി നമ്മൾ ബോധവാന്മാരായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇനി മുതൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വലിയൊരു സുഹൃതമാക്കി കൊണ്ടു നടക്കണം. എന്തെങ്കിലും സാധ്യതയുണ്ടോ, നന്മ നിറഞ്ഞ മറിയുമെന്ന് പ്രാർത്ഥന ചൊല്ലണം. സമയം കിട്ടിയോ ജപമാല ചൊല്ലണം. വീണ്ടും സമയം കിട്ടിയോ വീണ്ടും ജപമാല ചൊല്ലാൻ നമുക്ക് പറ്റണം. അത്രയും സ്നേഹത്തോടെ നമ്മൾ ജപമാല ചൊല്ലുകയും നന്മ നിറഞ്ഞ മറിയം ചൊല്ലുകയും ചെയ്യുവാണെങ്കിൽ തീർച്ച മറിയത്തിനോടുള്ള സ്നേഹബന്ധം വളരുന്നു. മറിയത്തോടുള്ള സ്നേഹബന്ധം വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോയിലേക്കാണ് ഞാൻ കൂടുതൽ അടുക്കുന്നത്. കാരണം ജോൺ പോൾ പാപ്പ പറഞ്ഞു, ത്രൂ മേരി ടു ജീസസ്, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്. കാരണം മറിയത്തിനോട് നമ്മൾ അടുക്കുന്നത് ഒരിക്കലും മറിയത്തിൽ തട്ടി നിൽക്കുന്ന ഒരു ഭക്തി അല്ല മരിയ ഭക്തി എന്ന് പറയുന്നത്. കാരണം അവൾക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്തായിരിക്കും? അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. മറിയത്തിന് പറയാൻ എപ്പോഴും ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. അങ്ങനെയെങ്കിൽ മരിയ ഭക്തി നമ്മളെ അടുപ്പിക്കുക, അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ ഈശോയിലേക്കായിരിക്കും നമ്മളെ അടുപ്പിക്കുക. അതുകൊണ്ട് ഈശോയിലേക്ക് അടുക്കാനുള്ള എളുപ്പമാർഗം നമുക്കറിയാം. രണ്ടാമത്തെ ക്രിസ്തു എന്ന് ലോകം അഭിമാനത്തോടുകൂടി വാഴ്ത്തിയ വിശുദ്ധ ഫ്രാൻസിസ് അസിസി പുണ്യവാളിന് ഒരിക്കലും ഒരു ദർശനം ഉണ്ടാകുന്നുണ്ട്. സ്വർഗത്തോളം എത്തി നിൽക്കുന്ന ഒരു ഗോവണി, ഈശോയുടെ അരികിലേക്ക് തുറന്നിരിക്കുന്ന ഒരു ഗോവണി. അസിസി ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈ ഗോവണിയിലൂടെ കയറിപ്പോകാൻ, സ്വർഗത്തിലേക്ക് കയറാൻ എത്ര പരിശ്രമിച്ചിട്ടും കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങേ തലക്കെത്തുന്ന ഗോവണിയുടെ അങ്ങേ തലയ്ക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഈശോയുടെ സ്വരങ്ങൾക്ക്, ഫ്രാൻസിസെ അതിലൂടെ കയറി വരുവാണെങ്കിൽ നിനക്ക് എൻ്റെ അരികിലേക്ക് വരിക എളുപ്പമാണ്. ഫ്രാൻസിസ് നോക്കുമ്പോൾ മറ്റൊരു ഗോവണി ദൃശ്യമാകുന്നു, അത് മറിയത്തിലേക്ക് എത്തുന്ന ഗോവണിയാണ്. അത് തന്നെയാണ് ജോൺ പോൾ പാപ്പായും പറഞ്ഞു വെച്ചത്, മറിയത്തിലൂടെ ഈശോയിലേക്ക്. അതുകൊണ്ട് മരിയ ഭക്തി നമ്മളെ തീർച്ച ഈശോയിലേക്ക് അടുപ്പിക്കത്തുള്ളൂ. എത്രത്തോളം മറിയത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഈശോയോട് അടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരാം, ദിവ്യകാരുണ്യ ഭക്തിയെ മുറുകെ പിടിക്കാം. പിന്നീട് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് മരിയ ഭക്തി ജീവിതത്തിന്റെ ഭാഗമാക്കണം. നന്മ നിറഞ്ഞ മറിയമേന്നുള്ള പ്രാർത്ഥനയുടെ ശക്തി ഞാൻ ഒത്തിരി അനുഭവിച്ചറിഞ്ഞൊരു സംഭവമുണ്ട്. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ പറഞ്ഞു, ചില ഈ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നൊരു മാസമാണ് ഒക്ടോബർ മാസം. എന്താണ് പ്രത്യേകത എന്ന് എല്ലാവർക്കും അറിയാം. എന്താ പ്രത്യേകത? ജപമാല മാസം. അപ്പോൾ ഒക്ടോബർ മാസങ്ങളിലാണ് എന്നെ സംബന്ധിച്ച് ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മാസം.